എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. ഇന്നിപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഇത് പാലാട്ടിൻ്റെ ഇൻസ്റ്റൻറ്റ് മില്ലറ്റ് ബ്രേക്ക്ഫാസ്റ്റ് മിക്സ്. ഇത് വാങ്ങിച്ചത് സൗത്താംപ്ടണിലെ കിച്ചൺ ഫ്രഷിൽ നിന്നാണേ. ഇത് മില്ലറ്റിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ അല്ലേ. ഇത് ഡയബറ്റിക് പേഷ്യൻസിന് ഒരുപാട് നല്ലതാണ്. ഇതിനകത്ത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണുള്ളത്. അതുപോലെ തന്നെ ഡൈജഷനും പിന്നെ ആൻറ്റി ഓക്സിഡൻസും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കണ്ടുവരുന്നതാണ് ഈ മില്ലറ്റ്. ചൂടുള്ള കൺട്രിയിലാണ് ഇത് വളരുന്നത്. അപ്പം ഇത് ഞങ്ങൾ ഇതിനു മുൻപ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഉപ്പുമാവിൻ്റെ റവയ്ക്ക് പകരം ഇത് ഉപയോഗിച്ചാൽ മതി. ഇതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട, ഒരു അല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പക്ഷേ നമ്മുടെ ഹോംലി റെമഡീസ് ആയിട്ട് ഞാനൊരു ഇച്ചിരി സബോളയും ഇച്ചിരി പച്ചമുളകും ഇച്ചിരി ക്യാരറ്റും ഇച്ചിരി ക്യാബേജും അല്പം തേങ്ങ എടുത്ത് വെച്ചു. സാധാരണ രീതിയിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണേന്ന്. ചീനച്ചട്ടിയിൽ അല്പം നെയ്യും അല്പം ഓയിലും ഒഴിച്ചു. ഇനി ഞാൻ അല്പം പരിപ്പും പിന്നെ മുളകും കടുകും ഇതൊരുമിച്ചായിട്ട് ഇടാൻ പോണത്. ഇത് ഈ പൊട്ടാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇത് വെക്കും, അല്ലെങ്കിൽ ഇത് മൊത്തം പൊട്ടി നമ്മുടെ ഈ അടുപ്പ് മൊത്തം ചീത്തയാവും. അപ്പോൾ ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പൊട്ടി കഴിയാറായിട്ടോ. ഇനി നമുക്ക് ലിഡൊക്കെ മാറ്റിയിട്ട് ഇനിയും പൊട്ടാനുണ്ടായിരുന്നോ. ഓക്കെ, കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ സാധാരണ നമ്മൾ ഉപ്പുമാവിന് ചെയ്യണ പോലെ തീ ഒന്ന് ഓഫ് ചെയ്യാം, കാരണം തീ അല്പം കൂടിപ്പോയി. ഉപ്പുമാവിന് ചെയ്യണ പോലെ തന്നെ സവോള ഇട്ടു. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും അതിൻ്റെ കൂടെ തന്നെ ക്യാബേജും എല്ലാം ഇട്ടു. നമുക്കിനി ഒന്ന് വഴറ്റാം. ഇതാണ് ഇതിൻ്റെ പൊടി കേട്ടോ, ഞാൻ എടുത്ത് വെച്ചതാണ്. വേണ്ട, ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതെ, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. അവരതിനകത്ത് മെഷർമെൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം ഈ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി നമുക്ക് തന്നെ അറിയാമല്ലോ അതിൻ്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാനത് നമ്മുടെ ഒരു ഏകദേശത്തനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു. ഇനി ഇത് ഉപ്പുണ്ടോ ഇല്ലയെന്ന് എനിക്ക് കറക്റ്റ് ഷുവറില്ല. പൊടിക്ക് ഉപ്പുള്ള പോലെ ഉണ്ട്, അപ്പം അതിന് ഉപ്പ് ഇടുന്നില്ല. അപ്പോൾ അതേ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു. പുകയായിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ. അതേ വരുന്നുണ്ട്. അപ്പോൾ അതേ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉപ്പുമാവിൻ്റെ മിക്സ്, ഇതിനകത്ത് കരിവേപ്പില വരെ ഉണ്ട്, നമുക്ക് മിക്സ് അതിനകത്തിട്ടു. അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും കൂടി ഇട്ടു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അല്പം വെള്ളം കൂടിയ പോലെ ഉണ്ട് അല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അല്പം കൂടി പൊടിയിടാം. അപ്പം ശരിയായിക്കോളും. ഇനി ഇതൊരു 10 മിനിറ്റ് വേവിക്കണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ വെള്ളത്തിൽ വേവിച്ച് കഴിയുമ്പം ഈ വെള്ളം അങ്ങ് വറ്റിക്കോളും. എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് പണ്ട് ഉപ്മാവ് കിട്ടിക്കൊണ്ടിരുന്നില്ലേ, അതുപോലത്തെ ഒരു എന്താ പറയുക, കാണുമ്പോൾ അതുപോലെ തോന്നണം കേട്ടോ. ഞാനത് രുചിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം, എന്നിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷുഗറുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഇനി സെർവ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മില്ലറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു. ഇങ്ങനെയാണത് വരുന്നത്. ശരിക്കും നമ്മുടെ സ്കൂളിൽ കിട്ടുന്ന ആ ഒരു രൂപത്തിലാണ് കേട്ടോ ഇത് കാണാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇന്ന് വെച്ചിരിക്കുന്നത് പഴമാണ്. പപ്പടം വേണമെങ്കിൽ കൂട്ടാം. ഹെൽത്ത് ഒരുപാട് നോക്കുന്നവർക്ക് പപ്പടം ഓയിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊന്നും പപ്പടം എടുത്തില്ല. അപ്പം ഇതും നല്ലൊരു ഇതാണ്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ്. നാട്ടിൽ പണ്ട് സ്കൂളിൽ നിന്ന് കഴിച്ചിരിക്കുന്ന ഒരു ടേസ്റ്റാണ് തോന്നുന്നത്.
അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.